ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ജനറലായിട്ട് സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ ടയർ പ്രഷർ, എയർ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അത് ക്ലച്ച് ബ്രേക്ക് കാര്യങ്ങൾ നോക്കാണ്ട്, പിന്നെ ടാങ്ക് ബാഗ്, സീറ്റ് കവർ മാറ്റണം, ഫ്രണ്ട് ടയർ മാറ്റാണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. സ്പോക്കറ്റിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്ക് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഇല്ല. ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ബാക്കിലത്തെ ടയർ കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്ക് ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ ബാക്കിലത്തെ ടൈലൈറ്റിൻ്റെ ബൾബ് പോയിട്ടുണ്ട്, ബ്രേക്ക് ലൈറ്റ് ബൾബ് പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. പിന്നെ ഈ സൈഡ് ടെയിൽ പാനൽ ഫുള്ള് ഡാമേജാണ്, മൊത്തം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം റബ്ബറൊക്കെ വെച്ചിട്ട് വലിയ പിടപ്പില്ലാത്ത രീതിയിലേക്ക് ആക്കാം. ഗ്ലാമറിന് പൊതുവേ ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ്. അത്യാവശ്യം ലോഡ് എടുക്കുന്ന വണ്ടിയാകുമ്പോൾ പ്രത്യേകിച്ചും ആ പ്രോബ്ലംസ് വരും. തൽക്കാലം നമ്മൾ റബ്ബറൊക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാൽ പുതിയ ഫിൽറ്റർ കിടക്കണേ, ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് കവറും ടാങ്ക് ബാഗും സീറ്റ് കവറും മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാങ്ക് കവർ മാറ്റാൻ വേണ്ടിയിട്ട് അഴിക്കുന്ന സമയത്ത് ഈ സൈഡിൽ ചെറിയൊരു ഹോളൊക്കെ ഉണ്ട്, ഓട്ടയുണ്ട്, ചെറിയ ലീക്ക് ഉണ്ട് ടാങ്കിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം അടയ്ക്കാം. ഈ സൈഡിൽ ഓട്ട വന്നിട്ടുണ്ട്. മോൾ ഭാഗത്തായതുകൊണ്ട് അത്ര പ്രശ്നമല്ല, പക്ഷെ എന്നാൽ പോലും തൽക്കാലം നമ്മൾ കാണുന്ന ഭാഗം ഒന്ന് അടച്ചിട്ടേക്കാം. എന്തെങ്കിലും പെട്രോൾ ഈ വഴിക്ക് ലീക്കാവും. ശരിക്കും ഇത് ചെയ്യേണ്ടത് റേഡിയേറ്റർ വെൽഡ് ചെയ്യുന്നിടത്ത് കൊണ്ട് വെച്ചിട്ട് അടച്ചളയാനാണ് ഏറ്റവും ഒരു ശാശ്വത പരിഹാരം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ താമസം വരും. ചിലപ്പോൾ വണ്ടി നിന്ന് അവിടെ കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരുമൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ പറഞ്ഞ രീതിയുടെ ഒരു ഗം ഉപയോഗിച്ച് നമുക്കത് തൽക്കാലം ഒട്ടിക്കാം. കൂടുതൽ ലീക്കേജ് വന്ന സമയത്ത് നമുക്കത് അഴിച്ച് കൊടുത്ത് റേഡിയേറ്റർ വെൽഡിനോട് കൊടുത്ത് വെച്ച് അടച്ചാലാണ് ശരിക്കും പെർമനൻറ്റ് സൊല്യൂഷനുള്ളൂ. തൽക്കാലം ഇങ്ങനെ ഓടട്ടെ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്, 4 ആമ്പിയറിൻ്റെ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.12 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴും 9.37. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ ഇപ്പോഴത്തെ സ്റ്റേജിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. 2023 മോഡൽ ബാറ്ററിയാണ്. 3ാമത്തെ വർഷമാണ് ബാറ്ററിയുടെ കാലാവധി. 3ാം വർഷത്തിലാണ് ഇപ്പോൾ ബാറ്ററി ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്, വേറെ ഡാമേജോ കാര്യങ്ങളോ കാര്യമായിട്ടുള്ള കാർബൺ പ്രോബ്ലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയർ ഓൾറെഡി ഫുള്ള് തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ കാണുന്നത്, അതൊക്കെ മാഞ്ഞു. അപ്പോൾ ഫ്രണ്ട് ടയർ നമ്മൾ മാറ്റിയിടാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർവീസും കൂടി ഓടിക്കാനുള്ളൂ നമുക്ക് കേട്ടോ. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും. അപ്പോൾ ഈ സർവീസ് തൽക്കാലം അങ്ങനെ കിടന്ന് ഓടട്ടെ. പിന്നെ ഫ്രണ്ട് ഫോർക്കൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റൊക്കെ ആയാലും വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ ടാങ്കിൻ്റെ ലീക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ പശ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കണേ. അത് പെർമനൻ്റായിട്ട് നമുക്ക് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് അടയ്ക്കാനാണ് ചെയ്യേണ്ടത്. ശരിക്കും തൽക്കാലത്തേക്കുള്ളൊരു അറേഞ്ച്മെൻറ്റാണ്. കൂടുതൽ ലീക്കേജ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മളത് കൊണ്ടുപോയിട്ട് വെച്ച് അടയ്ക്കാനായിട്ട് നോക്കണം കേട്ടോ. ബാക്കിയത്തെ വർക്ക് ഞാനിപ്പോൾ അതിനകത്ത് ചെയ്തു പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് അടക്കം വീഡിയോ സഹിതം വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.